Subscribe now and press the bell icon. Never miss an update. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ടെക്നോ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അത്യാവശ്യമായിട്ട് കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരിക്കലും ഈ ഒരു വീഡിയോ ഒരിക്കലും സിമ്പിളായിട്ട് കാണാൻ ശ്രമിക്കരുത്. നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുക. നമുക്കറിയാം, ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. നമുക്കറിയാം, നമ്മൾ പല രീതിയിലുള്ള വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ട്. GB വാട്സാപ്പ്, വാട്സാപ്പ് പ്ലസ്, അതുപോലെ തന്നെ യോയോ വാട്സാപ്പ്, അങ്ങനെ പല രീതിയിലുള്ള വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ആ ഒരു വാട്സാപ്പ് മൂലം ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട്, ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതുപുത്തൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. എനിക്കിന്നുണ്ടായ അനുഭവം എന്തെന്ന് വെച്ചാൽ, ഞാൻ GB വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് ഞാൻ GB വാട്സാപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് മോർണിംഗിൽ എൻ്റെ വാട്സാപ്പ് ഏകദേശം ഒരു 5-5:30 ടൈമിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കംപ്ലയിൻറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം എൻ്റെ വാട്സാപ്പ് എനിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ടെമ്പററി ബാൻഡ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇവിടെ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വാട്സാപ്പ് ടെമ്പററി ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ പറയുക, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വയലേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ബാൻ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, അതിന് താഴെയായിട്ട് അവർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും 18 മണിക്കൂറും. ഈ സമയത്ത് ഒരു 18 മണിക്കൂറും 50 മിനിറ്റും കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വാട്സാപ്പ് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് അവർ പറയുന്നത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും സന്ദർശിച്ചു. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാത്ത വാട്സാപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ GB വാട്സാപ്പ്, യോയോ വാട്സാപ്പ്, വാട്സാപ്പ് പ്ലസ്, ഇതല്ലാതെ തന്നെ ധാരാളം മോഡഡ് വാട്സാപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ വാട്സാപ്പ് നമ്പർ വെച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാട്സാപ്പുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒഫീഷ്യലായിട്ടുള്ള വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാട്സാപ്പ് ഇപ്പോൾ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എനിക്ക് 19 മണിക്കൂർ കഴിയാതെ എൻ്റെ വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ഒരു അവരുടെ വെബ്സൈറ്റ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ടെമ്പററി ബാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടൈം കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ആ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടനെ തന്നെ ഒഫീഷ്യൽ വാട്സാപ്പ് ഈ ഒരു വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒഫീഷ്യൽ വാട്സാപ്പ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് പെർമനൻ്റ്ലി ആയിട്ട് ബാൻ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഒഫീഷ്യൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഒരു വാട്സാപ്പ് ബാനിങ്ങിനെ, ടെമ്പററി ബാനിങ്ങിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, നിങ്ങൾ ആരെങ്കിലും GB വാട്സാപ്പ്, യോയോ വാട്സാപ്പ് പോലുള്ള മോഡഡ് വേർഷൻ, എക്സാമ്പിളായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെ വാട്സാപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അത് ഉടനെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം തന്നെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന, പ്ലേ സ്റ്റോറിൽ 2 വാട്സാപ്പ് അവൈലബിൾ ആണ്, വാട്സാപ്പ് ബിസിനസ്, അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സഞ്ചർ. നിങ്ങൾക്ക് 2 നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാട്സാപ്പ് ബിസിനസ്സും ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സഞ്ചറും ഡൗൺലോഡ് ചെയ്യാം. 2 വാട്സാപ്പും ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2 നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, GB വാട്സാപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള വാട്സാപ്പ് യൂസ് ചെയ്യുക, വാട്സാപ്പ് മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ബിസിനസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഈ 2 വാട്സാപ്പ് നിങ്ങൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എനിക്ക് ഈ ടെമ്പററി ബാൻ കിട്ടി, അവർ പറഞ്ഞല്ലോ, അവരുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഈ ടെമ്പററി ബാനിങ് ചെയ്തതിന് ശേഷവും ആ ഒരു ടൈം കഴിഞ്ഞ് വാട്സാപ്പ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒഫീഷ്യൽ വാട്സാപ്പ് അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ആ ഒരു നമ്പറിൽ പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ ആ ഒരു വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് വാട്സാപ്പ് പർപ്പസിന്, മെസ്സേജിങ് പർപ്പസിന് മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ഒരു പെർമനൻ്റ് ആയിട്ട് എന്താ പറയുക ബാൻ ചെയ്താൽ കുഴപ്പമില്ല, അവർ വേറെ വാട്സാപ്പ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ബിസിനസ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഗ്രൂപ്പിൻ്റെയും അഡ്മിൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വാട്സാപ്പ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പുമായിട്ട് ഒരു അധീനം ഉണ്ടാവില്ല, ഗ്രൂപ്പുമായിട്ടൊരു ബന്ധവും നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഒഫീഷ്യൽ അല്ലാത്ത വാട്സാപ്പ്, മോഡൽ വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ ഒരു വീഡിയോ കാണുക, തീർച്ചയായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യുക, ഒഫീഷ്യൽ വാട്സാപ്പ് യൂസ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വിവരം നിങ്ങളുടെ കൂട്ടുകാരോട് മാക്സിമം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.